Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ എടുത്ത ജോബ് സമ്മറി ഓഫ് സ്റ്റോക്ക് കീപ്പർ കംപ്ലീറ്റ് ചെയ്തില്ലേ? കംപ്ലീറ്റ് ചെയ്തു മാം. കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പിൽഫറേജസ് ആൻഡ് വേസ്റ്റേജസ് ഇൻ ഹോസ്പിറ്റൽ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഒരു പിൽഫറേജ് എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു പിൽഫറേജ് എന്ന് പറഞ്ഞാൽ? കളവ് അല്ലെങ്കിൽ മോഷണം പോവുക അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആയി പോവുക. അപ്പൊ അതിന്റെയൊക്കെ പ്രധാന കാരണങ്ങൾ എന്താണ്? അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങൾ? ഫസ്റ്റ് വൺ ആണ് എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. എന്താ? മരണവും ജീവിതവും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മരണവും ജീവിതവും ഉൾപ്പെടുന്ന ഒരു അടിയന്തര സാഹചര്യം വരുമ്പോ, അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം എന്താണ്? എന്തൊക്കെയായിരിക്കാം? ലൈഫ് ആൻഡ് ഡെത്ത് അല്ലെങ്കിൽ ജീവിതവും മരണവും ഉൾപ്പെടുന്ന ഒരു അടിയന്തര സാഹചര്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു കാർഡിയാക് അറസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ പോലെയുള്ള കാര്യങ്ങൾ. അതായത് ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയി നോക്കാം. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ചില്ലേ അല്ലെ? അപ്പൊ ഒരു ഡിസാസ്റ്റർ വന്നാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു അടിയന്തര സിറ്റുവേഷൻ ആണത് അല്ലെ, ഒരു അടിയന്തര സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒത്തിരി പേരുടെ ജീവിതവും മരണവും അതിനുള്ളിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അവരുടെ ജീവിതം മരണം ഒരു പോരാട്ടമാണ് ആ സമയത്ത് നടക്കുന്നത്. അപ്പൊ ഏതാണ് നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാല്, അങ്ങനെ ഒരു ഡിസാസ്റ്റർ, എന്തൊരു രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ വന്നാലും നമ്മൾ അവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് അല്ലെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകാം അല്ലെ. തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ തൊട്ടടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിയുമ്പോ അവിടെ എന്താണ് ഒരു പ്രത്യേകത ഉള്ളത്? ഒരുപാട് ആളുകൾ അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരുമിച്ച് ഇവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കെയർ കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? അങ്ങനെ കെയർ കൊടുക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത് എന്താണ് പ്രത്യേകത ഉണ്ടാവുക? അവിടെ എന്തെങ്കിലും മോഷണങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റേജസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? കാരണം എന്താ അങ്ങനെ വേസ്റ്റേജ് വരുന്നു എന്ന് പറയുന്നത്? നമ്മൾ എന്താണ് ഒരുപാട് ആളുകളുണ്ട്, അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അല്ലെ. ഒന്നോ രണ്ടോ പേരാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വളരെ കുറവാണ്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് കെയർ കൊടുക്കാൻ പറ്റും ഇല്ലേ. അപ്പൊ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ കോട്ടൺ ആവാം, നീഡിൽസ് ആവാം, മെഡിസിൻസ് ആവാം, ഒരുപാട് സാധനങ്ങള് ആ ഒരു ധൃതി പിടിച്ച് നമ്മൾ അടിയന്തര സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു കെയർ കൊടുക്കുന്ന സമയത്ത് വേസ്റ്റേജ് വരാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ. ഇനി ഒരുപാട് ആളുകൾ ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അവിടെ മോഷണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടോ? മോഷണങ്ങൾ നടത്താനുള്ള സാധ്യതയില്ലേ? ഒരുപാട് ആളുകൾ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്തിട്ട് വരുന്നവരാണ് അല്ലെ. അപ്പൊ നമുക്ക് ശരിയായ രീതിയിൽ അവിടെ നിയന്ത്രിക്കാനൊന്നും പറ്റാതെ വരും ആ സമയത്ത്. അപ്പൊ അതുപോലെ വേസ്റ്റേജസ് കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ എന്താണ് വരുന്നത്? പിൽഫറേജ് അല്ലെങ്കിൽ മോഷണവും കൂടാനുള്ളൊരു സാധ്യതയും അല്ലെ. രണ്ടാമതായിട്ട് അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ അല്ലെ. അത് നിങ്ങൾ പറഞ്ഞ പോലെ എന്താ ഒരു കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാഹിതമായിട്ടുള്ള ഒരാള് അല്ലെ, ഒരു അടിയന്തര ശ്രദ്ധ കിട്ടേണ്ട ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താ ആ സാധനങ്ങൾ മെറ്റീരിയൽസിന്റെ പെട്ടെന്നുള്ള അല്ലെ, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വേഗത്തില് അല്ലെ സഡൻ ആയിട്ടുള്ള ഉപയോഗം കൂടും ഇല്ലേ.
നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ ദ്രുതഗതിയിൽ നമുക്ക് വേഗത്തില് സാധനങ്ങൾ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് കൈകാര്യം ചെയ്ത് അവർക്ക് നല്ല ട്രീറ്റ്മെന്റും കെയറും കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. സമയം ഒട്ടും കളയാൻ നമ്മുടെ കയ്യിലില്ല അല്ലെ. അപ്പൊ ആ സമയത്തും ഇതുപോലെ വേസ്റ്റേജസ് ഒക്കെ വരില്ലേ? കാരണം എന്താ, നമുക്ക് ടെൻഷൻ കൂടുമ്പോ നിങ്ങൾ ആ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നവന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ കിച്ചണിൽ ചെയ്യാറില്ലേ? അപ്പൊ നമ്മൾ ധൃതി കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് വേഗത്തിൽ വെച്ചിട്ട് ചെയ്യുമ്പോ സാധനങ്ങൾ ഒരുപാട് വേസ്റ്റ് വരാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും എന്താണ്, ഒരു പേഷ്യന്റിന് ഒരു അടിയന്തര ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത് ആ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ്, ഒരു വേഗത്തിൽ പെട്ടെന്ന് സമയം കളയാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ധൃതിയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇതുപോലെയുള്ള സാധനങ്ങള് ചിലപ്പോ എന്ത് ചെയ്യാം, വേസ്റ്റ് വരാം അല്ലെ. വേസ്റ്റ് ചിലപ്പോ ഒരു മരുന്ന് എന്താണ് ഉപയോഗിച്ച് ചിലപ്പോ ബാക്കി അവിടെ ഇരിപ്പുണ്ടാവും. പക്ഷെ എന്താണ്, അത് പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള സമയമോ ഓർത്തെടുക്കാനുള്ള സമയം ചിലപ്പോൾ അവർക്ക് കിട്ടില്ല. അവരെന്ത് ചെയ്യും, നെക്സ്റ്റ് ഒരു ബോട്ടിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുതിയ ഒരെണ്ണം ചിലപ്പോൾ എടുക്കാം അല്ലെ. അപ്പൊ ആദ്യം എടുത്ത ബോട്ടിൽ എന്തായി, വേസ്റ്റ് ആയില്ലേ. അതുപോലെ ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. അങ്ങനെയും വേസ്റ്റസ് വരാം അല്ലെ. മൂന്നാമതായിട്ട് പറയുന്നത് എക്സ്പോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽ നോ സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റി. ഇനി ആ ഒരു ഹോസ്പിറ്റലിലെ ലോവർ ലെവൽ പേഴ്സണൽ, താഴത്തെ നിലയിലുള്ള താഴെത്തട്ടിലുള്ള ജീവനക്കാരെന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? താഴെത്തട്ടിലുള്ള ജീവനക്കാരെന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? സെക്യൂരിറ്റി സ്റ്റാഫ് ആവാം, അറ്റൻഡേഴ്സ് ആവാം അല്ലെ. പാരാമെഡിക്കൽ, അത് എന്താണ് പേഴ്സണൽ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റുകളാവാം അല്ലെ. ദെൻ എന്താണ് ക്ലീനിങ് സ്റ്റാഫുകളാവാം അല്ലെ. അതുപോലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ, ഇതുപോലെയുള്ളവരാണ് താഴെത്തട്ടിലുള്ള ജീവനക്കാരെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരൊക്കെ എക്സ്പോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി എന്താ, വളരെ കണ്ടിന്യൂസ് ആയിട്ട് അമിതമായിട്ട് അവർക്ക് നൽകുന്ന ആ സ്റ്റോക്ക് അമിതമായി അവരെന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഇപ്പൊ ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ നിങ്ങളൊന്ന് എഴുതി നോക്കിയേ, അവർക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ലിക്വിഡ്സ് മറ്റു കാര്യങ്ങളെല്ലാം മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കൊടുത്തു അല്ലെ, ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യില്ലേ. ആ സാധനങ്ങള് അവരൊരു അടക്കം ചിട്ടയും, അതാണ് ഇവിടെ നോ സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റി, ഒരു അടക്കം ചിട്ടയും ഇല്ലാതെ അവർക്ക് തോന്നിയ പോലെ അമിതമായിട്ട് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് സാധനം അവിടെ വേസ്റ്റ് പോവില്ലേ? ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് പോവില്ലേ? വളരെ കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം ഉപയോഗിച്ചാലാണ് നമുക്ക് ആ സാധനം കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. അതേസമയം അവിടെ ഒരു അടക്കം ചിട്ടയും ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അമിതമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ സ്റ്റോക്കിന്റെയും ഉപയോഗിക്കും അല്ലെ. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുക, അവിടെ ആ ഒരു വേസ്റ്റേജ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ സ്റ്റാഫുകള് വളരെ കൃത്യമായിട്ട് അത് അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ അവരെന്ത് ചെയ്യും, ഒരുപാട് സാധനമൊക്കെ ഉണ്ടല്ലോ, ചെറുതൊക്കെ നമ്മൾ കൊണ്ടുപോയാലും ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, അതെന്താ ചെയ്യാ, അവര് മോഷണം നടത്തും അല്ലെ. അപ്പൊ അങ്ങനെ മോഷണം, അപ്പൊ ഒരുപാട് സ്റ്റോക്ക് കൊടുക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ അവർക്ക് അവരുടേതായ മതിയായ സ്റ്റോക്കുകൾ കൊടുക്കണം. അല്ല എങ്കിൽ അവരെന്താ ചെയ്യാ, അവിടെ ഒന്നില്ലെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് അമിതമായിട്ട് ഉപയോഗിച്ചത് വേഗം ചിലവാകും. അല്ലെങ്കിലോ ഇത് എന്താ, കൂടുതൽ സ്റ്റോക്ക് കാണുമ്പോൾ ചിലത് എന്ത് ചെയ്യും, അവര് മോഷ്ടിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, too many autonomous units. എന്താ, വളരെയധികം സ്വയംഭരണ യൂണിറ്റുകൾ, അതായത് ഒരു മെയിൻ യൂണിറ്റിന് കീഴിൽ ഒരുപാട് സബ് യൂണിറ്റുകൾ വരിക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു യൂണിറ്റ് ഉണ്ട്, ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ലോണ്ട്രി, ലിനൻ ഒക്കെ പഠിച്ചില്ലേ നമ്മള്, ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ CSST എക്യുപ്മെന്റ്സ്, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, അതുപോലെ ഓരോ സ്റ്റോക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു മെയിൻ യൂണിറ്റ് ഉണ്ടാവും അല്ലെ. ആ മെയിൻ യൂണിറ്റിൽ നിന്ന് തന്നെയാണ് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നതെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ, നമുക്ക് കൃത്യമായിട്ട് അതിന് കണക്കുണ്ടാവും അല്ലെ. കൃത്യമായിട്ട് അതിന് പറഞ്ഞിരിക്കുന്നത് എത്ര എണ്ണം കൊടുത്തു, എത്ര എണ്ണം നമ്മൾ അവിടേക്ക് സ്റ്റോക്ക് ചെയ്തു എന്നതിന്റെയൊക്കെ കൃത്യമായിട്ട് റെക്കോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തത് നിയന്ത്രിച്ച് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും അല്ലെ. അതേസമയം കുറെ ചെറിയ ചെറിയ യൂണിറ്റുകളാണെങ്കിലോ, കുറെ ചെറിയ ചെറിയ യൂണിറ്റ് വരുമ്പോ നമുക്ക് അതുപോലെ ഒരു ഒറ്റ യൂണിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ശരിയായ രീതിയിൽ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ചെറിയ ചെറിയ യൂണിറ്റിനെ എല്ലാത്തിനെയും ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവും അല്ലെ. അങ്ങനെ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് എന്താ, അവിടെ നല്ല രീതിയിൽ എല്ലായിടത്തും നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വരും. അതുവഴി എന്ത് ചെയ്യാം, പലതരത്തിലുള്ള വേസ്റ്റേജസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ, പലതരത്തിലുള്ള മോഷണങ്ങളും അവിടെ നിന്ന് നടന്നേക്കാം. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ.
നെക്സ്റ്റ് വരുന്നതാണ് ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണ് കേട്ടോ അവിടെ. മോർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കോംപ്രിഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ ഇടപെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ എന്തെങ്കിലും ഒരു പേഷ്യന്റ് വന്നാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാല് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കൂടുതൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളും എല്ലാവരും കൂടി ഒരുമിച്ച് ഇടപഴകി ആ ഒരു പ്രവർത്തനം ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, അവിടെയും നമുക്ക് ആളുകളുടെ എണ്ണം കൂടുതലാവുന്നു അല്ലെ. അപ്പൊ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ഓരോരുത്തരെയും ശ്രദ്ധിക്കാനും അതിനനുസരിച്ച് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ആ സമയത്തും ഇതുപോലെ വേസ്റ്റേജസ് ഉണ്ടാവാം. നെക്സ്റ്റ് എന്താ, നോ ജോബ് സ്പെസിഫിക്കേഷൻ. കൃത്യമായിട്ട് ആർക്കും ജോലി എന്ത് ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഇന്ന ജോലി ഓരോരുത്തരും ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് അല്ലെ. ഇപ്പൊ ഒരാൾക്ക് ഇന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യാ, അവരുടേതായ ജോലികൾ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുകയും അവരത് ചെയ്യുകയും ചെയ്യും. അതേസമയം എല്ലാവരെയും കൂടി കൂട്ടി ഒരു ജോലി അങ്ങ് എന്താണ്, ഒരു കുറച്ച് ജോലികൾ അങ്ങ് ഏൽപ്പിക്കുകയാണ്, ഇന്ന ആൾക്ക് സ്പെസിഫിക് ആയിട്ട് പറയാതെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കും അവർ ജോലി ചെയ്യുക അല്ലെ. അവർക്ക് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴല്ലേ അവർ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് അവരെന്ത് ചെയ്യും, അവർക്ക് തോന്നുന്ന ജോലികൾ അവര് ആ ഒരു പറഞ്ഞിരിക്കുന്നതിനുള്ളിൽ ഇഷ്ടമുള്ളത് എടുക്കും അല്ലെ. അപ്പൊ അവര് ചിലപ്പോ പല സാധനങ്ങളും ചിലപ്പോ എന്ത് ചെയ്യും, അവിടെ ഉപയോഗിക്കേണ്ടതാത്തത് ഇപ്പുറത്ത് ഉപയോഗിക്കും അല്ലെ. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ അതിൽ വരുന്നുണ്ട് അല്ലെ. ശരിയായ രീതിയിൽ സ്പെസിഫിക് ആയിട്ട് ഓരോ ജോലി ഏൽപ്പിക്കാത്തവരാകുമ്പോ അവർക്ക് അതിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, അമിതമായിട്ട് ഓരോ സാധനങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യാം, അതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാം അല്ലെ. അപ്പൊ അങ്ങനെയും വേസ്റ്റേജസും ഫിൽട്രേജും വരാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെങ്കിൽ ഓരോരോ ഹോസ്പിറ്റൽ ഓരോ വിഭാഗത്തിനായിട്ട് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് അവർക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. സ്റ്റോക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് മാത്രമല്ല, അതിൽ കൂടുതൽ സ്റ്റോക്ക് അവർക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് വന്നാൽ എന്താ പ്രശ്നം, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് അല്ല, അതിൽ കൂടുതൽ അവർ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കാൻ പറഞ്ഞ പറ്റില്ല കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ കണ്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെലവാക്കാം. ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവോ ചെലവാക്കുന്നതില്? ഇല്ല അല്ലെ. കുറെ ചെലവാക്കും, ചെലവ് കൂടുതൽ ചെലവാക്കും അല്ലെ. അതേസമയം സാധനം കുറവാണ് കാണുന്നതെങ്കിലോ നമ്മൾ ചുരുക്കിയായിരിക്കും ചെലവാക്കുക അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം. എന്താ, ഒരുപാട് സ്റ്റോക്ക് കാണുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, സ്റ്റോക്ക് ഒരുപാടുണ്ടല്ലോ, അപ്പൊ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് ചിന്തിച്ച് അവരെന്ത് ചെയ്യും, ഒരുപാട് ഉപയോഗിക്കുകയും ബാക്കിയുള്ളത് എന്താണ്, ഒരുപാട് ഉപയോഗിച്ച് കുറെയൊക്കെ വേസ്റ്റ് ആക്കുകയും ചെയ്യും. ഇനി അല്ലാത്തൊരു പക്ഷം എന്താ നോക്കുന്നത്, അവിടുത്തെ സ്റ്റാഫുകൾ നോക്കുമ്പോ എന്താ, ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്, നമുക്കിവിടെ അതൊന്നും ഉപയോഗിക്കാത്ത കുറെ സാധനങ്ങളൊക്കെ സ്റ്റോറിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് ചിലതൊക്കെ അങ്ങനത്തെ മൈൻഡുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് പട്ടുകൊണ്ടുപോകും അല്ലേ. അപ്പൊ അങ്ങനെയും എന്താണ്, നമുക്ക് ഈ മോഷണങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റേജസോ വരാം. നെക്സ്റ്റ് വരുന്നത് for too many visitors round the clock. 24 മണിക്കൂറും നിരവധി സന്ദർശകർ വരിക. ആ ഒരു ഹോസ്പിറ്റൽ ഒരുപാട് സന്ദർശകർ 24 മണിക്കൂറും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം, എന്താണ് പ്രശ്നം ഉണ്ടാവുക? സന്ദർശകർ വന്നാൽ എന്താ പ്രശ്നം, ഒരുപാട് സന്ദർശകർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എല്ലാവരെയും? ഇല്ല. അതെ, വെരി ഗുഡ്. എന്താ, അവിടെ കളവുകൾ വരാം അല്ലെ, മോഷണങ്ങൾ വരാം. കാരണം വരുന്ന ഈ സന്ദർശകരെല്ലാം ചിലപ്പോ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് അതെ അവരെയൊന്നും ശ്രദ്ധിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ചിലപ്പോ അവർ ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ കാണാൻ വരുന്നു എന്ന വ്യാജേന വരാം അല്ലെ. അപ്പൊ അന്ന് കഴിഞ്ഞ് ഉള്ളിൽ കയറി അവർ എന്താണോ ചെയ്യുന്നത്, ഇത്തിരി പേരുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് അവരെ മോണിറ്റർ ചെയ്ത് എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്ത് ശ്രദ്ധ കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിന്റെ മറവിലൂടെയും മോഷണങ്ങൾ നടക്കാറുണ്ട്. നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി. ഇനി എന്താണ്, ഈ സ്റ്റാഫുകള് ഹോസ്പിറ്റലിലെ ജീവനക്കാര് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ശരിയായ രീതിയിൽ അവരെ ചെക്ക് ചെയ്യാത്തത് അല്ലെ, അവരെ പരിശോധിച്ച് വേണം വിടാൻ അല്ലെ. പരിശോധിക്കാതെ വന്ന എന്താ പറ്റുക, ഒരു പ്രാവശ്യം അവരൊരു സാധനം മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവരെ പരിശോധിച്ചില്ല, അവർ ആ സാധനം ആ ഒരു ഹോസ്പിറ്റൽ കോമ്പൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സേഫ് ആണ് അല്ലെ. അവരെന്ത് ചെയ്തു, അതൊരു പ്രാവശ്യം കൊണ്ടുപോയി, പിന്നെയും അത് അവർ റിപ്പീറ്റ് ചെയ്യില്ലേ,
അതെ, പിന്നെയും അവർ എന്ത് ചെയ്യും, അത് റിപ്പീറ്റ് ചെയ്യും അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ചെക്കിങ് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ശരിയായ രീതിയിൽ സ്റ്റാഫുകളെ പരിശോധിക്കാത്തതിന്റെ കുഴപ്പവും ഉണ്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ്, ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. ഇനി മാർക്കറ്റില് ചില സാധനങ്ങൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ചില സ്റ്റോക്ക് ചെയ്യുന്ന ചില മെറ്റീരിയൽസിന് മാർക്കറ്റിൽ എന്ത് ചെയ്യും, അത് ഷോർട്ടേജ് ഉണ്ടാവും. ചില സാധനങ്ങൾക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഇവര് ഓൾറെഡി മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. ഹോസ്പിറ്റലുകാർ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും, മുൻകൂട്ടി കണ്ട് സ്റ്റോർ ചെയ്ത് വെക്കില്ലേ. അത് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ മാർക്കറ്റിൽ അതിന് ഷോർട്ടേജ് വരാം. അങ്ങനെ ഒരു സാധനം മാർക്കറ്റിൽ ഷോർട്ടേജ് വന്നാൽ അതിന്റെ വില എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ഒരു സാധനത്തിന് മാർക്കറ്റിൽ ഷോർട്ടേജ് വന്നാൽ വില കൂടും അല്ലെ. അപ്പൊ വില കൂടുന്ന സമയത്ത് അത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഓൾറെഡി, മാർക്കറ്റിൽ നമുക്ക് ലഭ്യമല്ല എങ്കിൽ കൂടി അത് ഹോസ്പിറ്റലിലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെന്തെങ്കിലും പണം കൊടുത്താൽ ഇവരത് എന്ത് ചെയ്യും, അത് ആ സ്റ്റോറിൽ നിന്നും എടുത്തു കൊണ്ടുപോയി എന്ത് ചെയ്യും, അവർക്ക് വില കൂട്ടി വിൽക്കാനുള്ള സാധ്യതയില്ലേ? ഇല്ലേ, വില കൂട്ടി വിൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ശരിയായ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതാണ്, അങ്ങനെയും ഇവിടെ പിൽഫറേജ് നടക്കാം. പൂവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം. ശരിയായ രീതിയിൽ മെറ്റീരിയൽസ് മാനേജ് ചെയ്യാത്തത് കൊണ്ടാവാം അല്ലെ. കൃത്യമായ കണക്കും കാര്യങ്ങളും ഒന്നും സൂക്ഷിക്കാത്തത് കൊണ്ട് വരാലോ അല്ലെ. അതുപോലെ ശരിയായ രീതിയിൽ ഓഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് വരാലോ. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള റെക്കോർഡോ കണക്കും കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയാലും അല്ലെ അറിയുന്നില്ല അല്ലെ. ആ ഒരു സ്റ്റോക്ക് കൊണ്ടുപോയാലൊന്നും അറിയാൻ പറ്റില്ല. അതുപോലെ ടു മെനി ഹോസ്പിറ്റൽ സ്റ്റാഫ് റിമൈനിങ് ഇൻ ദ സെയിം കോമ്പൗണ്ട്. ഒരുപാട് ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ എണ്ണം കൂടുക. ആ ഒരു സെയിം ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനുള്ളിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ എണ്ണം കുറഞ്ഞാലും നമുക്ക് പല കാര്യങ്ങളും നടക്കില്ല. എന്നാൽ കൂടിയാലും എന്താണ്, അവരെല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കണ്ടെത്താനോ അത് എന്താണ് നിരീക്ഷിച്ച് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് വരുന്നതാണ് ഇന്നാഡിക്വേറ്റ് വർക്ക് ഫോഴ്സ് ടു ഡോക്യുമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ആക്യുറസി. എന്താ, വരവ് ചെലവ് കണക്കുകള് കൃത്യമായിട്ട് രേഖപ്പെടുത്താനുള്ള സ്റ്റാഫിന്റെ അഭാവം. അങ്ങനെയുള്ള വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് വന്നിരിക്കുന്ന സ്റ്റോക്ക് എത്രയാണ്, ഇപ്പൊ ചിലവാക്കിയിരിക്കുന്ന സ്റ്റോക്ക് എത്രയാണ് എന്ന കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ടാലി ചെയ്ത് നോക്കാൻ പറ്റും. അതേസമയം ഇവിടെ ആ വരവ് ചെലവ് കണക്കുകളൊന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് അങ്ങനെയുള്ള ജീവനക്കാർ ഇവിടെ ലഭ്യമല്ല എങ്കിലും ഇങ്ങനെയുള്ള കളവുകള് വേസ്റ്റേജസ് ഒക്കെ കൂടുതൽ വരാം. ക്ലിയർ ആണോ? അത് ആ ഒരു പ്രോസസ് കാരണങ്ങള് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് ആണ് ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫറേജ്. ഐറ്റംസ് ആണ് കേട്ടോ, അവിടെ ഐറ്റംസ് ആണ്. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫറേജസ്. ഇനി മോഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ മോഷണം നടക്കുകയാണ്, അതിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ഏതൊക്കെയായിരിക്കും? പ്രധാനമായിട്ട് മോഷണം നടക്കുന്ന ഐറ്റംസ് ഫസ്റ്റ് വൺ ആണ് ഡ്രഗ്സ് എന്ന് പറയുന്നത് അല്ലെ. ഡ്രഗ്സ് കൊണ്ടുപോകാറില്ലേ? കൊണ്ടുപോകാറില്ല. ഇപ്പോൾ ഒരു സാധനമുണ്ട് അല്ലെ, മരുന്നുകള് അല്ലെ, മെഡിസിൻസ് ഒക്കെ എന്ത് ചെയ്യാം, അവിടെ നിന്ന് മോഷണം പോവാം അല്ലെ. രണ്ടാമതായിട്ട് ഫുഡ് മെറ്റീരിയൽസ്. എങ്ങനെയുള്ള ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും? രണ്ട് രീതിയിലുള്ളതും ഉണ്ടാവാം. റോ മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ, ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപുള്ള അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവുമല്ലോ അല്ലെ. പല സാധനങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ് എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോകുമ്പോഴാ, കിച്ചണിൽ നിന്ന് ഒന്നില്ലെങ്കിൽ റൂമിലേക്കോ വാർഡുകളിലേക്കോ നമ്മൾ പേഷ്യൻസിന് കൊണ്ടുപോയി കൊടുക്കൂലേ. കൊടുക്കുന്ന സമയത്ത് ആ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ മോഷണം പോവാം ഇല്ലേ. നെക്സ്റ്റ് എന്താണ്, ലിനൻ അല്ലെ. എന്താണ് ലിനൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളെല്ലാം ലിനൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇപ്പൊ ബെഡ്ഷീറ്റുകളാവാം, പില്ലോ കവറുകളാവാം, അങ്ങനെ കർട്ടൻസ് ആവാം, ഒരുപാട് തുണിത്തരങ്ങളുണ്ട് അല്ലെ. അതെല്ലാം മോഷണം പോവാം. നെക്സ്റ്റ് എന്താ, മെറ്റീരിയൽസ് വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്. എന്താ, പാത്രങ്ങൾ അല്ലെ. ഒരുപാട് ട്രേ ചിന്നുകളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഹോസ്പിറ്റലില്. അതിലൊക്കെ ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ എന്താണ് മോഷണം പോവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്പർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മോഷണം പോവാം. ഇൻസ്ട്രുമെന്റ്സ്, ചെറിയ ചെറിയ ഉപകരണങ്ങൾ. വലിയ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ, കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം ചെറിയ ചെറിയ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് ഹാൻഡി ആയിട്ടുള്ള ചെറിയ ചെറിയ
ഉപകരണങ്ങള് ഒക്കെ മോഷണം പോവാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ക്ലിയർ ആണോ? അത് ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ആണ് ഡിറ്റക്ഷൻ എന്നാണ് കേട്ടോ. അവിടെ ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ് ആണ്. പിൽഫറേജ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് കളവ് കണ്ടെത്തല് കേട്ടോ. അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് എനി അബ്രപ്റ്റ് റൈസ് ഇൻ റൂട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. എന്താ അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള അല്ലെ. അതായത് ഇപ്പൊ ഒരു സാധാരണ ആവശ്യം, ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റിന് സാധാരണ അവർക്ക് നടക്കുന്ന കുറെ പ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലെ. നോർമൽ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സാധാരണ രീതിയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിമാൻഡ്സ് ആണോ വരുന്നത്, അതിൽ പെട്ടെന്നുണ്ടാവുന്ന വർധനം, അതാണ് പറയുന്നത് എനി അബ്രപ്റ്റ് റൈസ് ഇൻ റൂട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്സ്. ഇവിടെ സാധാരണ നോർമൽ ആയിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് എത്ര മെറ്റീരിയൽസ് വേണം, നമുക്കറിയാൻ പറ്റുമല്ലോ. ഒരു സാധാരണ ഒരു എന്താണ് സ്റ്റോറിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ഐറ്റംസിന്റെ ഒരു കണക്കുണ്ടാവില്ലേ. സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അവർക്ക് എത്ര മെറ്റീരിയൽസ് വേണമെന്ന് അറിയാൻ പറ്റും അല്ലെ. ഇനി അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു, അവർ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്യുന്നു. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങുന്നത് എന്ന് ചിന്തിക്കണം അല്ലെ. അപ്പൊ ഈ ഒരു സാധനം, അതായത് ഓൾറെഡി ഇവർ നോർമൽ ആയിട്ടാവും ഹോസ്പിറ്റലിലെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഇങ്ങനെ മെറ്റീരിയൽസ് വേണം. അത് നമുക്ക് ഓൾറെഡി അറിയാം, കാരണം നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ആ പറഞ്ഞ നോർമൽ ആയിട്ടുള്ള ആവശ്യകതകളിൽ കൂടുതൽ അവരെന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു ആവശ്യകതയിൽ പെട്ടെന്ന് വർധനമുണ്ടാവുന്നു. അങ്ങനെ വർധനമുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ അവര് പെട്ടെന്ന് ചിലപ്പോൾ കൂട്ടി പറയുന്നത്? ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അവർ ഇതുപോലെ ഒരുപാട് വർധനവ് ഇവരോട് ആവശ്യപ്പെടുമ്പോ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്റ്റോറിൽ നിന്നൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അതുവഴി അവർ എന്ത് ചെയ്യും, ചിലപ്പോ അത് മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഒരു നോർമൽ അങ്ങനെയുള്ള ഒരു കാര്യം എപ്പോഴും എന്ത് ചെയ്യണം, ഇവര് തിരിച്ചറിയണം. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്രയും സാധനത്തിന്റെ എണ്ണം കൂടുതൽ ചോദിച്ചത്. അവിടെ നോർമൽ പ്രവർത്തനങ്ങൾ നടക്കാൻ ഇത്ര മതിയല്ലോ. എന്തുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഇത്രയും കൂടുതൽ ഐറ്റംസ് എന്തുകൊണ്ടാണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, ഒന്നാമത്തെ കാര്യമാണ് ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്. ചിലപ്പോ കൂടുതൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ കാരണം മനസ്സിലാക്കിയാൽ നമുക്ക് അവിടെ കളവുകൾ നടക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇല്ലേ. രണ്ടാമതായിട്ട് പറയുന്നത് any unreasonable expenditure of any selection when compared to previous periods. എന്താ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളുടെ മുൻകാലത്തുള്ള പ്രീവിയസ് പീരിയഡ്സ് മുൻകാലയളവുകളില് അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അൺറീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എന്താ കാരണമില്ലാതെ അവരുടെ ചിലവ് കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അപ്പൊ ചിലവ് കൂടുന്നത് എന്ന് അന്വേഷിക്കണം അല്ലെ. അപ്പൊ ആവശ്യമില്ലാതെ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കുന്നെങ്കിൽ നമുക്ക് ഓൾറെഡി ഓക്കെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം. ഇനി അല്ലാതെ അൺറീസണബിൾ ആണ്, കാരണമില്ലാത്ത രീതിയിലുള്ള ചിലവുകള് കൂടുന്നത്, അതായത് മുൻപ് അത്രയും ചിലവ് അവർക്ക് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ അവർക്ക് ചിലവ് കൂടുതലാണ്, കാരണമില്ലാതെ ചിലവുകൾ കൂടുന്നുണ്ടെങ്കിൽ അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നത് വഴിയും നമുക്ക് അവിടെ മോഷണങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ക്ലിയർ ആകും. ക്ലിയർ ആയോ? അത് രണ്ടെണ്ണം പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താ, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റില് ഏകദേശം നമുക്ക് സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് അറിയാം അല്ലെ. ഓൾറെഡി ഇവർ സ്റ്റോക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ മെറ്റീരിയൽസ് എന്തൊക്കെ വേണം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങളിൽ ഉണ്ടാവുന്ന വർധനവ് അല്ലെ, പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ആവശ്യം കൂട്ടുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആവശ്യം കൂട്ടുന്നത്, ഇപ്പൊ പെട്ടെന്ന് അവർക്ക് എന്താണ് ഈ സാധനങ്ങളുടെ ആവശ്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വഴി അവിടെ മോഷണം നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും. രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മുടെ മുൻപ് കാലയളവിൽ അവരെങ്ങനെയാണോ ചിലവാക്കിയിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ചിലവും രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം, താരതമ്യം ചെയ്തിട്ട് എന്താണ് അവർക്ക് ആ ഒരു പുതിയ ചെലവിൽ കൂടുതൽ ചെലവുണ്ടാവാനായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെ കാരണമില്ലാത്തൊരു ചെലവ് എന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വഴിയും നമുക്ക് അവിടെ മോഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? രണ്ടെണ്ണം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ.
നെക്സ്റ്റ് ആണ് ഏരിയാസ് ഓഫ് പിൽഫറേജ്. ഇനി വരുന്ന ഭാഗമൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടാ. നോക്കി, ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് കളവ് നടക്കുന്നത്? ഏതൊക്കെ ഏരിയ ആയിരിക്കും? ഫസ്റ്റ് പണ്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന എവിടെയാ? കിച്ചൺ ഏരിയ അല്ലെ. കിച്ചൺ ഏരിയയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്. എന്താ? കുക്ക് ചെയ്യുന്നതിന് മുൻപുള്ള അസംസ്കൃത വസ്തുക്കൾ അല്ലെ. കുക്ക് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കില്ലേ കുക്ക് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള് അവിടെ നിന്ന് എന്ത് ചെയ്യാം? മോഷണം പോവാം അല്ലെ. അൺകുക്ക്ഡ് വെജ് ഫുഡ് അല്ലെ, പാചകം ചെയ്ത ഭക്ഷണങ്ങൾ പോവാലോ. ആൻഡ് ഫുഡ് മെറ്റീരിയൽസ് ലോസ് വെൻ ട്രാൻസ്പോർട്ട് ഫ്രം കിച്ചൺ ടു വാർഡ്. ഇനി എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോകുമ്പോഴാ? കിച്ചണിൽ നിന്ന് ഭക്ഷണ സാമഗ്രികൾ എവിടെ നിന്ന്? കിച്ചണിൽ നിന്ന് വാർഡുകളിലേക്ക് അല്ലെങ്കിൽ റൂമുകളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു മധ്യേ അല്ലെ, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനിടയിലും എന്ത് സാധനങ്ങൾ എന്ത് ചെയ്യാം? മോഷണം പോവാം. ക്ലിയർ ആണോ? അത് കിച്ചണുമായി ബന്ധപ്പെട്ടത് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഡ്രഗ് സ്റ്റോഴ്സ്. ഡ്രഗ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് പോലെ ജസ്റ്റ് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കി, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ് അല്ലെ, വളരെ അത്യാഹിത വിഭാഗങ്ങളാണ്. അപ്പൊ ആ സമയത്ത് അവിടെ നമുക്ക് എന്താ ധൃതി പിടിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെയും അവിടെ നമുക്ക് നോക്കി കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ കാഷ്വാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എമർജൻസി സർവീസുകളിൽ നിന്ന് ഡ്രഗ്സ് ഒക്കെ മോഷണം വിട്ടൂടെ അല്ലെ. അവിടുത്തെ സ്റ്റാഫുകളെ നമുക്ക് അത്രയും അങ്ങനെ നോക്കി ശ്രദ്ധ കൊടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല അല്ലെ. പല പേഷ്യൻസ് വരും, പെട്ടെന്ന് അവർക്ക് കെയറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെ നമുക്ക് ശരിയായ രീതിയിൽ നോക്കാനായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. സമയത്ത് എന്ത് ചെയ്യാം? കാഷ്വാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എമർജൻസി സർവീസുകളിൽ സെന്ററുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം? ഡ്രഗ്സ് ഒക്കെ അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ മോഷണം പോകും അല്ലെ. നെക്സ്റ്റ് ആണ് ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ് അല്ലെ. ഇനി വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഗുരുതരമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏരിയാസ്, അതായത് മെറ്റേണിറ്റി വാർഡ്, സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്, നവജാത ശിശുക്കളെ എന്ത് ചെയ്യാം? മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ന്യൂ ബോൺ ബേബീസിനെയൊക്കെ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്? മെറ്റേണിറ്റി വാർഡുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുട്ടികളെ നവജാത ശിശുക്കളെ മോഷിച്ചു കൊണ്ടുപോകാം. ലേബർ റൂമുകളുമായി ബന്ധപ്പെട്ട് ICCU. എന്താണ് ICCU? ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ കിടക്കുന്ന ഒരു ICU ആണ് ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. മോർച്ചറി. എന്താണ്? മോർച്ചറിയിൽ നിന്നൊക്കെ എന്ത് പോവാം? മോർച്ചറി നമ്മൾ പഠിച്ചതല്ലേ. മോർച്ചറിയിൽ നിന്ന് എന്തൊക്കെ മോഷണം പോവാം? ഒന്ന് പറഞ്ഞേ. നമ്മൾ പഠിച്ച ഭാഗമാണല്ലോ, നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നോക്കട്ടെ. എന്താണ് മോർച്ചറിയിൽ നിന്ന് മോഷണം പോവാൻ? എന്തൊക്കെയാ? ഡെഡ് ബോഡീസ് മോഷണം പോവാം അല്ലെ. ഡെഡ് ബോഡീസ് എന്താണ്? തെളിവ് നശിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് ഒക്കെ അവിടെ നിന്ന് മോഷണം പോവാം. അതുപോലെ കെമിക്കൽസ് മോഷണം പോവാം അല്ലെ. ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട് അല്ലെ, പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതെല്ലാം എന്ത് ചെയ്യാം? അവിടെ നിന്ന് മോഷണം പോവാവുന്നതാണ്. ആൻഡ് കാർഡിയോ തൊറാസിക് യൂണിറ്റ് അല്ലെ, കാർഡിയോ തൊറാസിക് യൂണിറ്റ് ആവാം, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളാവാം, ആക്സിഡന്റ് യൂണിറ്റ്സ്, പീഡിയാട്രിക് യൂണിറ്റ്സ്, ഓപ്പറേഷൻ തിയേറ്റർ മുതലായ ഇടങ്ങളിൽ നിന്ന് എന്താ ജനറൽ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് അല്ലെ. ഇപ്പൊ എന്താ സ്റ്റീൽ ലൈക്ക് ബ്ലേഡുകളാവാം, ഡ്രഗ്സ് ആവാം, ഗ്ലൗസുകളാവാം, നീഡിൽസ് ആവാം, സിറിഞ്ചസ് ആവാം. അങ്ങനെ ഒരുപാട് കോമൺ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കുറെ കുഞ്ഞു സാധനങ്ങൾ എന്ത് ചെയ്യാം? ചിലപ്പോൾ ചെറിയ ഉപകരണങ്ങളാവാം അല്ലെ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം? മോഷണം പോവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് വാർഡ്സ് ആൻഡ് സെക്ഷൻസ്. വാർഡുകളുമായി ബന്ധപ്പെട്ട് എന്താണ്? ലിനൻ അല്ലെ, തുണികൾ മോഷണം പോവാലോ. ബെഡ്ഷീറ്റ് ആവാം, പില്ലോ കവർ ആവാം അല്ലെ. സോപ്പ്, ടോർച്ച് മുതലായവയൊക്കെ മോഷണം പോവാറുണ്ട്. ആൻഡ് വർക്ക്ഷോപ്പ് ആൻഡ് മെയിന്റനൻസ് വിങ്. എന്താ? എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ റിപ്പയർ ചെയ്യാനൊക്കെയുള്ള ഒരു വിഭാഗമാണ് അല്ലെ. വർക്ക്ഷോപ്പ് ആൻഡ് മെയിന്റനൻസ് വിങ്ങുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ക്യാഷ് ആൻഡ് മെറ്റീരിയൽസ്, പണം നഷ്ടപ്പെടാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടാം. ആൻഡ് ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട് പെട്രോൾ അല്ലെങ്കിൽ ഓയിലുകളൊക്കെ നഷ്ടപ്പെടാം, മോഷ്ടിച്ചു കൊണ്ടുപോകുക. അതുപോലെ ജനറൽ സ്റ്റോഴ്സിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള സാധനങ്ങൾ, ബുക്കാവാം, പെന്നാവാം, പേപ്പേഴ്സ് ആവാം അല്ലെ, കോട്ടൺസ് ആവാം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ചെറിയ ഒരു വലിയ സാധനങ്ങളൊന്നും അവർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. അതിന് അതിൻ്റെതായ സ്പെസിഫിക് സെക്യൂരിറ്റി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ അവർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല ഈ പറയുന്ന ഏരിയയിൽ നിന്ന്. ക്ലിയർ ആയോ? അത്
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഏതൊക്കെ ഏരിയയിൽ നിന്ന് എങ്ങനെയുള്ള സാധനം, ജനറൽ ആയിട്ടുള്ള ചെറിയ ചെറിയ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ അവർ കൊണ്ടുപോകും അല്ലെ, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് റെമഡിയൽ മെഷേഴ്സ്. ഇനി എന്തൊക്കെ പരിഹാര നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലെ. നമുക്ക് ഇങ്ങനെയുള്ള എന്ത് മോഷണത്തിനും അതിനൊരു പരിഹാരം വേണമല്ലോ അല്ലെ. അപ്പൊ പരിഹാര നടപടികൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയായിരിക്കും ഇത്? ഈ മോഷണം തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? എന്തൊക്കെ ചെയ്യാം? പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാം അല്ലെ. അവർ പോകുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ജീവനക്കാരെയൊക്കെ ശരിയായ രീതിയിൽ പരിശോധിക്കുക. രണ്ടാമത്തത് എന്താ? ക്യാമറ അല്ലെങ്കിൽ സെക്യൂരിറ്റി കുറച്ചും കൂടി സ്ട്രെങ്തൻ ആക്കുക അല്ലെ, കുറച്ചും കൂടി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട് എന്ത് പറയാം? അതെ, സാധനങ്ങള് ആവശ്യത്തിന് മാത്രം കൊടുക്കുക അല്ലെ, ഒരുപാട് സ്റ്റോക്ക് ഒന്നും കൊടുക്കാതെ കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം കൊടുക്കുക. അതെ, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം സെറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താ? എ തറോ സ്റ്റഡി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്. എന്താണ് ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞാൽ? എന്താ? പഴുതുകൾ അല്ലെ, പഴുതുകൾ തിരിച്ചറിയുക അല്ലെ. തറോ സ്റ്റഡി ഓഫ് ദ സിസ്റ്റം, അതായത് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ആ പ്രവർത്തനങ്ങളെ കുറിച്ച് സമഗ്രമായിട്ട് പഠിക്കണം അല്ലെ. ഓരോ പ്രവർത്തനങ്ങൾക്കും എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത് അല്ലെ, എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം അല്ലെ. പഠിച്ചത് മാത്രം പോലെ എന്താ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്, അതുമായി ബന്ധപ്പെട്ട പഴുതുകൾ തിരിച്ചറിയുകയും വേണം അല്ലെ. ഇങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പല ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടാവും അല്ലെ. എന്തൊക്കെ കൊണ്ട്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവിടെ പിൽഫറേജ് അല്ലെങ്കിൽ മോഷണങ്ങൾ നടക്കുന്നതിനുള്ള കാരണം എന്താണ് അല്ലെ. ചിലപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുടെ അഭാവം മൂലമായിരിക്കാം അല്ലെ, ചിലപ്പോൾ അവിടെ എന്താ സെക്യൂരിറ്റി കുറവുകൾ മൂലമായിരിക്കാം അല്ലെ, ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി ക്യാമറ പോലുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെ, അതുപോലെ ഒരുപാട് കൂടുതൽ സ്റ്റോക്ക് കൊടുത്തത് കൊണ്ടായിരിക്കും. അപ്പൊ എന്താണ് അവിടുത്തെ ലൂപ്പ് ഹോള്, അല്ലെങ്കിൽ എന്താണ് അവിടെ ആ ഒരു മോഷണം നടക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ആ പഴുത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് സമഗ്രമായി പഠിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെ. എന്താ? നിരീക്ഷണ സംവിധാനം മെച്ചപ്പെടുത്തുക അല്ലെ. നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന ഒരു ഇടമാണ്, നല്ല രീതിയിൽ ഓരോ സ്റ്റാഫുകളെയും കൃത്യമായിട്ട് നിരീക്ഷിക്കുക. ഒരു പ്രാവശ്യം അവർ ചെയ്താൽ പോലും അത് നമ്മുടെ ശരിയായ രീതിയിൽ അവിടെ ഒരു മോണിറ്ററിംഗ് കാര്യങ്ങൾ സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മുടെ സ്വാഭാവികമായിട്ട് അവർ പിടിക്കപ്പെടും അല്ലെ. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അവരോട് വാൺ ചെയ്ത് വിടുകയാണെങ്കിൽ പോലും പിന്നെ അവരത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകൾ ചെയ്യാനായിട്ട് അത് മുതിരോ? ഇല്ല അല്ലെ. പിന്നെ അവരിൽ ആരും എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി, നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ ആരും അതിന് തുനിയില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ല ഒരു മികച്ച എന്താണ് നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുക അല്ലെ. നെക്സ്റ്റ് എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വാർഡ്സ് അല്ലെ. അത് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ. പല ഡിപ്പാർട്ട്മെന്റിലും പല പല ആവശ്യങ്ങളുണ്ട് അല്ലെ. അവർക്ക് എന്ത് വാർഡിനാണെങ്കിലും ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമായി വരുന്നുണ്ട്. ആ മെറ്റീരിയൽസിന്റെ ഒക്കെ വാർഡുകൾ ആവശ്യകതയുടെ നിലവാരം എന്താണെന്ന് തിരിച്ചറിയുക. എന്തിനാണ് അവർ അത് ആവശ്യപ്പെടുന്നത്, ഓരോ മെറ്റീരിയൽസും എന്തിനാവശ്യപ്പെടുന്നു, അവർക്ക് കൊടുത്തിരിക്കുന്ന അളവ് തീർന്നിട്ടാണോ, അല്ലെങ്കിൽ എന്തിനാണ് അവർ, എന്ത് കാര്യത്തിനാണ് ഇപ്പൊ അത് അവർ ആവശ്യപ്പെടുന്നത് എന്നതിന്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ നിലവാരം എന്താണ്, ആ ആവശ്യകതയുടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരുപാട് കൂടുതൽ സ്റ്റോക്ക് കൊടുക്കാതെ അവരുടെ ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക, സാധനങ്ങൾ അവർക്ക് ലഭ്യമാക്കി നൽകുക. അപ്പൊ അവർ കുറച്ച് ചിലവാക്കുള്ളൂ അല്ലെ, ഒരുപാട് ഓവറായിട്ട് വേസ്റ്റേജ് വരുന്ന രീതിയിൽ ചിലവാക്കുകയില്ല, അതിൽ നിന്ന് മോഷണം പോകാനായിട്ടുള്ള സാധനം ഉണ്ടാവുകയില്ല. ദെൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. എന്താ? സെക്യൂരിറ്റി അല്ലെ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നമ്പർ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കുക അല്ലെ. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നമ്പർ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക, എണ്ണം വർദ്ധിപ്പിക്കുക. ആൻഡ് റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. ഇനി എന്താ പറയുന്നത്? മുതിർന്ന ഉദ്യോഗസ്ഥർക്കായിരിക്കണം വില കൂടിയ മരുന്നുകൾ മുഴുവൻ സമയം സൂക്ഷിക്കേണ്ട, കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം വേണ്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു സീനിയർ അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരായിരിക്കണം ഇങ്ങനെയുള്ള വില കൂടിയ ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയാണ്?
അല്ലെങ്കിൽ എന്ത് പറ്റും? വില കൂടിയ ഡ്രഗ്സോ കാര്യങ്ങളോ ആകുമ്പോ മോഷണം പോവാൻ സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു അതെ കളവ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരായിരിക്കും ഇങ്ങനെയുള്ള വില കൂടിയ മരുന്നുകൾ സൂക്ഷിക്കുന്നതും അത് കൈകാര്യം ചെയ്യേണ്ടതും. അവർക്ക് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവർ എടുത്തു കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, അവർ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അല്ലെ. അല്ലാത്ത സമയം അത് സാധാ സ്റ്റോറിലായിട്ട് ചെയ്ത് ഇരിക്കുകയാണെങ്കിലോ അത് ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം എന്നുള്ളൊരു അവസ്ഥയായിരിക്കും അല്ലെ. അപ്പൊ കൂടുതലും ആ വില കൂടിയ മരുന്നുകൾ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അതിന്റെ ചുമതലകൾ കൊടുക്കുക. നെക്സ്റ്റ് എന്താ, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റൻസ് ഓൺലി. അതുപോലെ ഇങ്ങനെയുള്ള വില കൂടിയ ഡ്രഗ്സ് എങ്ങനെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ? സ്പെഷ്യൽ ഇന്റൻസ് അല്ലെങ്കിൽ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, വിതരണം ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേക ഇന്റന്റ് അല്ലെങ്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റ്ലി ഡ്രഗ്സ് ആണെങ്കിൽ അത് അവരിൽ നിന്ന് എന്ത് ചെയ്യണം, പ്രത്യേക ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിൽ നിന്ന് പ്രത്യേക എന്താണ് അഭ്യർത്ഥന പ്രകാരം മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ അല്ലെ. ലാസ്റ്റ് വരുന്നതാണ് സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റൊട്ടീൻ ഓഡിറ്റ്. എന്താ ചെയ്യേണ്ടത്? സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുക അല്ലെ. ഒരു മോഷണം ചെയ്ത വ്യക്തികളാണ് എങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോയവരാണെങ്കിൽ അവരോട് മുൻപേ പറയുകയാണ്, ഞങ്ങൾ ഇതേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾ അവിടെ പരിശോധിക്കാൻ വരും എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരെന്താ ചെയ്യുക? അങ്ങനെ പരിശോധിക്കാൻ വരുന്നുണ്ടെന്ന് നേരത്തെ അറിഞ്ഞാല് അവരെന്ത് ചെയ്യും? കൊണ്ടുപോകാൻ സാധനത്തിന് പകരം ഒരു പുതിയൊരെണ്ണം അവിടെ പ്ലേസ് ചെയ്ത് സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു കണക്ക് കൃത്യമാക്കും അല്ലെ. ഇവിടെ തിരിമറി ചെയ്യില്ല അവര്. അതേസമയം പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടാണ് അവിടെ പരിശോധനയ്ക്ക് ചെല്ലുന്നതെങ്കിലോ അവർക്ക് അങ്ങനെ ഒരു കണക്ക് ശരിയാക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അവിടെ എത്ര സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് നിരീക്ഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ആൻഡ് റൊട്ടീൻ ഓഡിറ്റ് എന്താ, പതിവായി ഓഡിറ്റുകളും കാര്യങ്ങളും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, വെരിഫിക്കേഷൻസ് എന്താണ് പരിശോധനകൾ നടത്തുക. ഇതെല്ലാം റെമഡിയൽ മെഷേഴ്സ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞ എന്താ, ആ ഒരു സിസ്റ്റം, അതായത് ആ ഒരു ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ആ ഹോസ്പിറ്റലിലെ ഓരോ വിഭാഗവും എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനെ കുറിച്ച് കൃത്യമായിട്ട് സമഗ്രമായിട്ടൊരു പഠനം നടത്തുകയും അതുവഴി എന്താണ് അവിടുത്തെ ലൂപ്ഹോള് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പഴുതുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് അവിടെ ഫിൽഫറേജ് അല്ലെങ്കിൽ മോഷണം നടക്കാനുള്ള സാധ്യത എന്തുകൊണ്ടാണ്? ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റാഫുകൾ കുറവായത് കൊണ്ടാവാം, ശരിയായ രീതിയിൽ സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എന്താ ഒരുപാട് കൂടുതൽ സ്റ്റോക്ക് കൊടുക്കുന്നത് കൊണ്ടാവാം. അങ്ങനെ എന്താണ് അതിന്റെ ആ ലൂപ്ഹോൾ അല്ലെങ്കിൽ പഴുത് എന്താണെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമതായിട്ട് ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം, എന്താ നിരീക്ഷണ സംവിധാനം വളരെ നന്നായി മെച്ചപ്പെടുത്തുക. മൂന്നാമതായിട്ട് ഓരോരോ ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ വാർഡുകളായിക്കോട്ടെ അവരുടെ ആവശ്യകതകളുടെ നിലവാരം പരിശോധിക്കുക. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യുക, അനുവദിച്ച് നൽകുകയും ഓവർ സ്റ്റോക്കിംഗ് കൊടുക്കാതിരിക്കുക. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ നമ്പർ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഓഫീഷ്യൽസ്, മുതിർന്ന ഉദ്യോഗസ്ഥർക്കായിരിക്കണം വില കൂടിയ മരുന്നുകൾ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അധികാരം കൊടുക്കേണ്ടത്. സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റൻസ് ഓൺലി, പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മാത്രമേ വില കൂടിയ മരുന്നുകൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് വരുന്നത് എന്താ, സർപ്രൈസ് ആയിട്ട് പരിശോധനകൾ നടത്തുകയും അതുപോലെ പതിവായി ഓഡിറ്റിംഗ് നടത്തുകയും ചെയ്യുക. ക്ലിയർ ആണോ? അത് റെമഡിയൽ മെഷേഴ്സ് ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ആയിരിക്കും തരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് ആയിരിക്കും തരാം. ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലിയർ ആണോ? ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നപ്പോ കുറച്ചും കൂടി സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഗം അല്ലേ? ആദ്യത്തെ കുറച്ച് ഭാഗമല്ലേ കുറച്ച് ഡിഫിക്കൽട്ട് തോന്നിയുള്ളൂ അല്ലെ? ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് നിങ്ങളിൽ എത്രയാ നമ്പർ കിടക്കുന്നത്? 48 ആണോ? 48 എന്നാണോ നമ്പർ കിടക്കുന്നത്? 48 എന്നാണോ? ഫോർത്ത് മോഡ്യൂൾ ആണ് കേട്ടോ ഇത്. ഫോർത്ത് മോഡ്യൂളില് ചാപ്റ്റർ 7 കേട്ടോ.
ഓക്കെ, നിങ്ങളുടെ ചിലപ്പോൾ 48 എന്നായിരിക്കും. ഫസ്റ്റ് മോഡ്യൂൾ വൈസ് ഫുൾ പേപ്പറിനാണ് തന്നിരിക്കുന്നതെങ്കിൽ 48 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫോർത്ത് മോഡ്യൂളിലേക്ക് നമ്മൾ കടന്നു കേട്ടോ. തേർഡ് മോഡ്യൂളില് 4 ചാപ്റ്റർ ആയിരുന്നു. ഏതൊക്കെയായിരുന്നു തേർഡ് മോഡ്യൂളിലെ 4 ചാപ്റ്റേഴ്സ്? ഓർമ്മയുണ്ടോ? തേർഡ് മോഡ്യൂൾ പേപ്പറിലെ ഏതൊക്കെയായിരുന്നു 4 ചാപ്റ്റേഴ്സ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സെക്കൻഡ് എടുത്തത് ഏതാ? മാർക്കറ്റിംഗ്. മൂന്നാമതായിട്ട് എടുത്തത് ഏതാ? ഏതാണ് അടുത്ത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അല്ലെ, 4 ചാപ്റ്റർ ആയിരുന്നു കേട്ടാ. ഫോർത്ത് മോഡ്യൂളിലേക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്, ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടാ. അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റ് നിങ്ങളെ നാബ് പഠിപ്പിച്ചായിരുന്നു മിസ്? അശ്വതി മാം എടുത്തായിരുന്നോ നാബ്? ഓക്കെ, നാബുമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ അല്ലെ? അത് പഠിച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഓൾറെഡി നാബുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നില്ലേ? ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലെ മിസ്? ജസ്റ്റ് പറഞ്ഞല്ലേ ഉള്ളൂ 32 കീ ഇൻഡിക്കേറ്റേഴ്സ്. അത് തന്നെ നമുക്കിവിടെ ഒരു 32 അല്ലെങ്കിൽ ഒരു 32 ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അത് ഈ വലിയ ചാപ്റ്റർ അല്ല, എന്നാൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നാലും കേട്ടോ. ഒരു 32 ഒരു 32 ഒരു ഫോർമുലാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ജസ്റ്റ് കണ്ടൊന്നും പേടിക്കൊന്നും വേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറഞ്ഞു തരാം. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമ്മൾ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോ നമുക്ക് ചാപ്റ്ററിലേക്ക് തുടങ്ങാം. അതിന് മുൻപ് നമുക്ക് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ എന്താണ് നിങ്ങൾ ഒരു ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സാധനത്തിന്റെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയാറുണ്ട് അല്ലെ, പല സാധനങ്ങളും നല്ലതാണ് അല്ലെ, വളരെ നല്ലതായത് കൊണ്ടാണ്. അതിപ്പോ പലർക്കും പല രീതിയിലായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് ചിലപ്പോ എന്തായിരിക്കും വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നാം അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അല്ലെ, ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്നതും അല്ലെ, ക്വാളിറ്റി മേന്മ അല്ലെ, അല്ലെങ്കിൽ എന്താ ഗുണനിലവാരമുള്ളത് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ചില സാധനങ്ങൾ വാങ്ങുമ്പോ അങ്ങനെ പല രീതിയിലും നമുക്ക് ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാം അല്ലെ. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു ചിന്തയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ ക്വാളിറ്റി. ചിലര് പറയും ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളത് എന്ന് പറയും അല്ലെ. അതെ, ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. അതെ, ഇപ്പൊ ഒരു സാധനം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്ന് പറയാം അല്ലെ. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും അല്ലെ. ആ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റിലും ആദ്യം നമ്മൾ ക്വാളിറ്റി എന്താണ് ഒരു ഗുണനിലവാരം അല്ലെ. ആ ഒരു ഗുണനിലവാരം എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു ഗുണനിലവാരം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. എന്താ? ഒരു ഓർഡിനറി പേഴ്സൺ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അല്ലെ. നമ്മളൊക്കെ സാധാരണക്കാരാണ്. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത്, ഗുണനിലവാരം എന്നത് ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്നാണ് അല്ലെ. ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, അത് എത്രത്തോളം നല്ലതാണ് എന്നതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ആണോ? നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാ. ഒരു സാധനം എത്രത്തോളം നല്ലതാവുന്നോ അതിപ്പോ നമ്മൾ പറയും എന്താ, അത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് നമ്മൾ പറയും അല്ലെ. എത്രത്തോളം ആ സാധനം എത്രത്തോളം നല്ലതാണ് എന്നതാണ് ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് അവരെന്ത് ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ? ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോ അത് എത്രത്തോളം നല്ലതാണ് അല്ലെ, അതാണ് അവരുടെ കണ്ണില് എന്താണ് ഒരു ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ അത്? ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ്. ഒരു സാധനം ഇല്ലേ, ഒരു കാര്യം എന്തുമായിട്ട്, ഇപ്പൊ ഒരു സർവീസ് ആവാം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം, അത് എത്രത്തോളം നല്ലതാണോ അതാണ് നമ്മൾ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ. This can be a service, example candy service, or a product, example wristwatch. അല്ലെ, ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ചിലപ്പോ അതൊരു സർവീസ് ആയിരിക്കും
അല്ലെ? നമ്മളൊരു നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് നമ്മൾ പറയാറില്ലേ? അപ്പൊ ഇതൊരു സർവീസ് ആവാം. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഏതാ? ക്യാൻറ്റീൻ സർവീസ് അല്ലെ? ഒരു ക്യാൻറ്റീൻ സർവീസിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്യാൻറ്റീൻ സർവീസ് മികച്ചതാണെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തായിരിക്കും? നമ്മളൊരു ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞപ്പോ അവിടുത്തെ നമ്മൾ തിരിച്ചറിഞ്ഞപ്പോ പറയാണ്, നമ്മൾ കൂടെ ഉള്ളവർ പറയാണ് നല്ല ക്യാൻറ്റീൻ നല്ല സർവീസ് ആണെന്ന് കണ്ടത് അല്ലെ? നല്ല ഭക്ഷണം തന്നിട്ടുണ്ടാവും അല്ലെ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമായിരിക്കും ചിലപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. നല്ല ക്വാണ്ടിറ്റിയിലുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും നമുക്കിപ്പോ എത്രത്തോളം അത് മികച്ചതായി തോന്നിയോ അതുകൊണ്ടാണ് നമ്മൾ അത് മികച്ചതാണ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നത് അല്ലെ? അതുപോലെ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു റിസ്റ്റ് വാച്ചിനെ പറ്റിയാണ്. അത് ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ഏതൊരു ഉൽപ്പന്നവും ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് എത്രത്തോളം നല്ലതാണോ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയും അല്ലെ? ക്ലിയർ ആയോ? ആ രണ്ട് സെന്റൻസ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. എ പേഴ്സൺസ് ജഡ്ജ്മെന്റ് അബൌട്ട് എ സർവീസ് ഓർ പ്രൊഡക്റ്റ് റിലൈസ് ഓൺ വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. ഇനി ഒരു വ്യക്തി ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി അതിനെ വിലയിരുത്തുന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കും? വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ് അല്ലെ? അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ അല്ലെ? അതിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. ആണോ? ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളതാണെങ്കിൽ അല്ലേ നമ്മളത് നല്ല ക്വാളിറ്റി ആണെന്ന് പറയുള്ളൂ അല്ലെ? നമ്മുടെ പ്രതീക്ഷിച്ചത് എന്താണോ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ളതായിരിക്കണം ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് എന്ന് പറയുന്നത് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു, നമ്മളൊരു സർവീസ് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. എന്തൊരു സർവീസും ആയിക്കോട്ടെ, നല്ലൊരു സർവീസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സർവീസ് ആണ് ഹോസ്പിറ്റലിൽ തരുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ? നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് അവർ തന്നത് എന്ന് പറയും അല്ലെ? നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യം നമുക്ക് കിട്ടണം. അല്ലാതെ വന്നാൽ നമ്മൾ എന്ത് പറയും? ക്വാളിറ്റി ഉള്ളതാണെന്ന് നമ്മൾ പറയോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സർവീസിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും ഒരു വ്യക്തി ആ സർവീസിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ എന്ത് പറയും? നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യും, വിലയിരുത്തും അല്ലെ? അതേസമയം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് വന്നതെന്ന് നമ്മൾ പറയും അത് നല്ല ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല, വളരെ മോശമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വന്നതെന്ന് നമ്മൾ പറയുകയും ചെയ്യും അല്ലെ? അപ്പൊ എപ്പോഴും അതിന്റെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ, ഒരു വ്യക്തി അതിനെ ജഡ്ജ് ചെയ്യുന്നത് എപ്പോഴും എന്തിനെ ആശ്രയിച്ചാണ്? അവർ ആ പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Okay, then next okay, some of the words used to explain quality are quality അല്ലെങ്കിൽ ഗുണനിലവാരം വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് താഴെ പറഞ്ഞത്. അല്ലെങ്കിൽ ക്വാളിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം അല്ലെ? നമ്മൾ പറയാറില്ലേ വളരെ ബ്യൂട്ടിഫുൾ ആണ്, അട്രാക്റ്റീവ് ആണെന്ന് പറയാറില്ലേ? വളരെ മനോഹരമായ അല്ലെങ്കിൽ എന്താ വളരെ ആകർഷണീയമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയാറില്ല? നമുക്ക് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാറില്ലേ? അതുപോലെ തന്നെ ഡ്യൂറബിൾ ആണ്. എന്താ ഡ്യൂറബിൾ എന്ന് പറഞ്ഞല്ലോ ഇവിടെ ഒരാൾ അല്ലെ? ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ നിലനിൽക്കുന്നതാണ് അല്ലെ? ഒരുപാട് നാൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ? അതുപോലെ മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എന്താ എല്ലാ രീതിയിലുമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലെ? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ പറയും അല്ലെ? മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനമാണോ? ഹെൽത്തി, എന്താ ആരോഗ്യമുള്ളത് അല്ലെ? വളരെ ഹെൽത്തി ആയിട്ടുള്ളവയാണോ അല്ലെങ്കിൽ ആരോഗ്യമുള്ളവയാണോ? ആൻഡ് വാല്യൂസ് ഫോർ മണി, എന്താ പണത്തിനുള്ള മൂല്യമുണ്ടോ?
അല്ലെ? ഈ പറയുന്ന വേർഡ്സ് ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി, അതെ വർത്ത് ആണോ, അല്ലെ? പണത്തിനുള്ള മൂല്യം, നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യമുണ്ടോ, ഇതിനനുസരിച്ചാണ് നമ്മൾ ക്വാളിറ്റി എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത്, അല്ലെ? ഈ പല വേർഡ്സുകൾ ഉപയോഗിച്ച് നമ്മൾ ക്വാളിറ്റിയെ വിശദീകരിക്കാറില്ലേ? നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനമാണ്, അല്ലെ? അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് ഒരാളോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിലർക്ക് എന്തായിരിക്കും, അവരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്, അല്ലെ? ചിലർ പറയും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടൊന്നും തോന്നി, എനിക്ക് അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളത് ഞാൻ പറയുന്നത്, അല്ലെ? ചിലര് പറയുന്നത് എന്തായിരിക്കും, ഡ്യൂറബിൾ ആണ്, അല്ലെ? നിങ്ങളോട് അടുത്ത് ഞാൻ ആദ്യം നിങ്ങളോട് എന്താണ് ക്വാളിറ്റി എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്? പലർക്കും പല അഭിപ്രായമായിരുന്നു, അല്ലെ? അപ്പൊ ചിലര് പറയും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ക്വാളിറ്റി ഉള്ളതാന്ന് പറയും. ചിലര് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു ഐറ്റം ശരിയായ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഒക്കെ പാലിച്ച് നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണെന്ന് പറയും, അല്ലെ? ചില സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ പറയും ഹെൽത്തി ആണ്, അല്ലെ? ഹെൽത്തി ആണെങ്കിൽ അത് അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലത് പറയും നമ്മൾ എന്താ പറയുന്നത്, വാങ്ങിക്കുന്ന പണത്തിനുള്ള മൂല്യമുണ്ടതിന്, അതുകൊണ്ടാണ് ഞാൻ ക്വാളിറ്റി ഉള്ളതാന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെയുള്ള പല റീസണിലൂടെ പല വേർഡ്സിലൂടെ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അത് ആ പോയിന്റ്സ് ക്ലിയർ ആണോ? Okay. Then the different words are used to describe quality. We would describe it as the extent to which a product or service contains a person or a group, that is how much satisfaction the person receives from the service. ഇനി എന്താ, പല വേർഡുകൾ ഉപയോഗിച്ച്, അല്ലെ? ഗുണനിലവാരത്തെ നമുക്ക് വിവരിക്കാനായിട്ട്, ഈ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് വ്യത്യസ്ത പല വാക്കുകളും ഡിഫറെന്റ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാം, അല്ലെ? പല വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാമെങ്കിലും ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു സേവനം, അല്ലെ? ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനം കണ്ടൻസ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ്, എന്താ, ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണെയോ എത്രത്തോളം അത് സ്വാധീനിക്കുന്നു എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? That is how much satisfaction the person receives from the service, അല്ലെ? ആ സർവീസിൽ നിന്ന് നമുക്ക് എന്ത് സംതൃപ്തിയാണോ കിട്ടുന്നത്, അല്ലെ? ഒരു വ്യക്തിക്ക് എത്രമാത്രം സംതൃപ്തി ആ ഒരു സർവീസിൽ നിന്ന് ലഭിക്കുന്നത് എന്നതിനെയാണ് ആശ്രയിച്ചായിരിക്കും നമ്മൾ ആ ഒരു വേർഡ് ഉപയോഗിച്ച് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ഒരു സാധനം വാങ്ങി, ഈ ഒരു സർവീസ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങി, അല്ലെ? നമ്മൾ ചെയ്തു, സർവീസ് എടുത്തു, അങ്ങനെ സർവീസ് എടുത്തപ്പോ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ എന്ത് കാര്യമാണോ ഉണ്ടായിരിക്കുന്നത് അതായിരിക്കും നമ്മൾ അതിന്റെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? നിങ്ങൾ പറഞ്ഞു, അല്ലെ? ചിലര് പറഞ്ഞതാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് തോന്നി, അതുകൊണ്ട് നമ്മുടെ എന്താണ്, നമ്മുടെ ആ ഒരു സാറ്റിസ്ഫൈ ചെയ്തത് അതിന്റെ ആ ഒരു ഫാക്ടറിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ചിലവർ പറഞ്ഞു ഒരുപാട് ഡ്യൂറബിൾ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നത് എന്തുകൊണ്ടാണ്, അത് അത്രയും ഡ്യൂറബിൾ ആയതുകൊണ്ടാണ് നമ്മൾ അതിൽ തൃപ്തരായത്, അല്ലെ? സംതൃപ്തിയായത്, അതുകൊണ്ടാണ് നമ്മൾ അത് ആ ഒരു വേർഡ് ഉപയോഗിച്ച് അതിനെ വിവരിക്കുന്നത്, അല്ലെ? അതുപോലെ വാല്യൂ ഫോർ മണി, പണത്തിനുള്ള മൂല്യം ആ സാധനത്തിനുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലർ എന്ത് ചെയ്യുന്നത്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അതിലായിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും എങ്ങനെയാണോ ആ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത്, അല്ലെ? അവർ സംതൃപ്തരാക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും ഒരു സർവീസിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വിവരിക്കുന്നത്. ക്ലിയർ ആയോ? അത് മനസ്സിലായോ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായോ? നമ്മൾ എപ്പോഴും ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ എപ്പോഴും എന്താണ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, ആ സാധനം അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അത് വാങ്ങുന്ന ആളുടെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? സംതൃപ്തിക്ക് അനുസരിച്ചാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി എന്താണ് എന്ന് വിവരിക്കുന്നത്, അല്ലെ? ചിലപ്പോ ചിലർക്ക് അത് ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇഷ്ടപ്പെട്ടത്, അല്ലെ? ചിലപ്പോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയത്, അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോ എന്താ, അത് നല്ല പണത്തിനുള്ള, നമ്മൾ കൊടുത്ത പണത്തിനുള്ള മൂല്യം അത് ഉണ്ടായത് കൊണ്ടായിരിക്കാം ചിലപ്പോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ വ്യക്തി ആ സർവീസിനോട്, ഈ പ്രൊഡക്റ്റിനോട് സാറ്റിസ്ഫൈഡ് ആയത്, അത് ഉപയോഗിച്ച് അങ്ങനെയുള്ളപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പറയുന്ന വേർഡ്സ് ഉപയോഗിച്ച് അതിനെ ആ ഒരു ക്വാളിറ്റിയിലും ഗുണമേന്മയെ വിവരിക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? അത്രയും ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടാ. നോക്കി, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? എന്താണ് ഒരു പരിചരണത്തിന്റെ, അല്ലെ? ഹോസ്പിറ്റൽ പരമായിട്ട് നമ്മൾ ഇനി കടക്കുകയാണ് കേട്ടാ. ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക, അല്ലെ? ഒരു നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം, അല്ലെ?
പേഷ്യൻസിന് നല്ല ഗുണമേന്മയുള്ള അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള പരിചരണം എന്താണ് അല്ലെ? ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത് എന്താണ്? നോക്കിയേ, when we say quality of care, we mean healthcare activities that mean medical, nursing, laboratory fields, etc. execute daily to benefit our patients without causing harm to them. ഇവിടെ ഒരു നല്ല ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കുക എന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങള് എവിടെയൊക്കെ നടക്കുന്ന ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങൾ? മെഡിക്കൽ ആയിരിക്കാം, നഴ്സിംഗ് ഏരിയയിലായിരിക്കാം, ലബോറട്ടറി ഫീൽഡുകള് മുതലായ ഫീൽഡുകളിൽ അല്ലെങ്കിൽ മുതലായ ഏരിയകളില് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ഡെയിലി അല്ലെ ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ളവയായിരിക്കണം? നല്ല ക്വാളിറ്റി കെയർ എന്ന് പറയുമ്പോ to benefit our patients without causing harm to them. എന്താ? പേഷ്യൻസിന് അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ രോഗികൾക്ക് ദോഷം വരാത്ത രീതിയിൽ അല്ലെ അവർക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലുള്ള കെയറുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? എപ്പോഴും അവിടെയുള്ള പേഷ്യൻസിന് എന്ത് വരാൻ പാടില്ല? ഒരു ഹാം അല്ലെങ്കിൽ എന്താണ് അവർക്കൊരു ദോഷം വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ കെയർ കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ എപ്പോഴും രോഗികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ദോഷം വരാത്ത രീതിയിൽ, എന്നാൽ അവർക്ക് നല്ല ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് നേട്ടമുണ്ടാകുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള എന്തായിരിക്കണം? കെയർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് മെഡിക്കൽ ഫീൽഡിലാവാം, നഴ്സിംഗ് ഫീൽഡിലാവാം, ലബോറട്ടറി ഫീൽഡ് മുതലായ ഇടങ്ങളില് എല്ലാ ഈ ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് എപ്പോഴും ആ പേഷ്യൻസിന് ദോഷം വരാത്ത രീതിയിൽ എന്നാൽ അവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ ഫസ്റ്റ് സെന്റൻസ്? മനസ്സിലായോ? Then second point നോക്കിയേ, quality of care requires that we pay attention to the requirements of patients and clients. അല്ലെ? ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആവാം, ക്ലയൻസ് ആവാം, അവരുടെയൊക്കെ ആവശ്യകതകൾ എന്താണോ അല്ലെ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും അതിലായിരിക്കണം അറ്റൻഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അല്ലെ? അല്ലാതെ ഇവർക്ക് ഹോസ്പിറ്റലിലുള്ളവർക്ക് തോന്നുന്ന പോലെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കെയർ ഒക്കെ കൊടുക്കേണ്ടത് അല്ല അല്ലെ? ആ പേഷ്യന്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യന്റ് അല്ലെങ്കിൽ വരുന്ന ക്ലയൻസിന്റെ ആവശ്യകതകൾ എന്താണ്, അതിൽ കൂടുതൽ അത് ആ ആവശ്യകതകൾ മനസ്സിലാക്കി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഗുണനിലവാരമുള്ള പരിചരണങ്ങൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, we must also use methods that have been verified to be safe. ഇനി ഇവിടെ ഉപയോഗിക്കേണ്ട മെത്തേഡുകൾ എന്ന് പറയുന്നത് എങ്ങനെയാ? വളരെ സേഫ് ആയിട്ടുള്ളതായിരിക്കണം അല്ലെ? വളരെ സുരക്ഷയുള്ളതായിരിക്കണം ആൻഡ് അഫോർഡബിൾ ആയിരിക്കണം. വരുന്ന പേഷ്യൻസിന് താങ്ങാവുന്ന രീതിയിലുള്ളതായിരിക്കണ്ടേ? ആൻഡ് ക്യാൻ ലെസൺ ഡെത്ത്, മരണം നിരക്ക് കുറയ്ക്കണം. ഇൽനെസ്, അവരുടെ എന്താണ് വരുന്ന പേഷ്യൻസിനെ കൂടുതൽ ഡെത്ത് സംഭവിക്കാനല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലെ? മരണം കുറയ്ക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുന്നത്, ഇൽനെസ് അല്ലെ, രോഗങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കുക. ഡിസബിലിറ്റി, എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കുക. ഇതെല്ലാം അങ്ങനെയുള്ള ഒരു മെത്തേഡ് ആയിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. എങ്ങനെയുള്ള ഒരു മെത്തേഡ് ആയിരിക്കണം? അവിടെ വരുന്ന പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ടും അഫോർഡബിൾ ആയിട്ടും അല്ലെ വളരെ സുരക്ഷിതത്വം ഉള്ള ഒരു മെത്തേഡുകളാണ്. സുരക്ഷ വേണം അല്ലെ? അതുകൂടാതെ അവർക്ക് താങ്ങാവുന്ന ഒരു കെയർ ആയിരിക്കില്ലേ കൊടുക്കേണ്ടത് അല്ലെ? അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കെയർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ക്യാൻ ലെസൺ ഡെത്ത് അല്ലെ? അവിടെ വരുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ മരണനിരക്ക് കുറയ്ക്കണം അല്ലെ? ഒരുപാട് പേരെ ഡെത്തിലേക്ക് പോവിടാനല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്, അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് അല്ലെ? അപ്പൊ ഡെത്ത് ഉണ്ടാവുന്നതിനെ കുറയ്ക്കുക. അതുപോലെ കൂടുതൽ രോഗാവസ്ഥ അല്ലെ രോഗങ്ങൾ ഉണ്ടാവുന്നതിൽ നിന്ന് കുറയ്ക്കുക. അതുപോലെ ഡിസബിലിറ്റി അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഉണ്ടാവുന്നതും കുറയ്ക്കുക. അങ്ങനെയുള്ള ഒരു മെത്തേഡ് ആയിരിക്കണം ഈ ക്വാളിറ്റി ഓഫ് കെയറിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ബാക്കി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ, ഇവിടെ വരെ എടുത്തു എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.